നമസ്കാരം. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യ, അവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു, ഹിന്ദുവിനെതിരെയുള്ള അതിക്രൂരമായ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെയാണ് ബംഗ്ലാദേശിന്റെ ഒരു നീക്കം ഇപ്പോൾ ഒരു വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. അതായത് ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാനികളെ ക്ഷണിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ്. അതായത് ലോകത്തെവിടെയുള്ള പാകിസ്ഥാനികൾക്ക് ഇനി വിസ ഇളവ് നൽകിക്കൊണ്ട് സുരക്ഷാ സേവന വിഭാഗം ഒഴിവാക്കിക്കൊണ്ട് വിസ നൽകാനുള്ള നീക്കമാണ് ബംഗ്ലാദേശ് നടത്തുന്നത്. ഇത് സംബന്ധിച്ച് ലോകത്തിലെ എല്ലായിടത്തുമുള്ള എംബസികൾക്ക് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ നടുങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ. ഇതിനെതിരെ പല കോണുകളിൽ നിന്നും ഇപ്പോൾ പ്രതിഷേധം ഉയരുകയാണ്. ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനികളെ കൂടി ബംഗ്ലാദേശിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഉള്ളിലെ എന്താണ് ഉദ്ദേശമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു ദുരൂഹത ഇക്കാര്യത്തിൽ മറിഞ്ഞിരിപ്പുണ്ട്. അതായത് ഹിന്ദു ഉന്മൂലനമാണോ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും കൂടെ ചേർന്നുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഹിന്ദുവിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിക്കാനുള്ള നീക്കമാണോ ഇത് എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാനികൾക്ക് ഇത്തരത്തിൽ ഇളവ് നൽകി യഥേഷ്ടം വിഹരിക്കാനുള്ള ഒരു കേന്ദ്രമാക്കി ബംഗ്ലാദേശ് മാറ്റാനുള്ള നീക്കം നടക്കുന്നത്. എന്തായാലും ആശങ്ക തുടരുകയാണ്. ഇത്തരത്തിലാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ കൂടുതൽ ഉപരോധവും അല്ലെങ്കിൽ നടപടികളും ബംഗ്ലാദേശ് നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.